പ്രിയപ്പെട്ടവര്, ഇന്ന് ജബൽപൂരിലാകട്ടെ, മണിപ്പൂരിലാകട്ടെ, അതല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടഹാറിലാകട്ടെ, എത്രയോ മിഷണറിമാര് സുവിശേഷത്തെ പ്രതി ക്രിസ്ത്യാനി ആയതിന്റെ പേരിൽ പീഡ അനുഭവിക്കുന്നത് നാം കാണുന്നുണ്ട്. മതേതരത്വം എന്നത് ഈ ഭരണഘടന ഈ നാടിന് നൽകുന്ന ഏറ്റവും ശക്തമായ ഉറപ്പായിട്ട് പോലും ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന എത്രയോ ആയിരം മനുഷ്യരുടെ കണ്ണുനീരിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് നാം ഇന്ന് ഈ ദുഃഖവെള്ളി ആചരിക്കുന്നത്. ഈ കണ്ണൂർ നഗരത്തിൽ നാം നടത്തിയതുപോലെ ഒരു പരിഹാര പ്രദക്ഷിണം നടത്താൻ അനുവാദമില്ലാത്ത എത്രയോ നഗരങ്ങള് ഈ ഭാരത മണ്ണിലുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നു. എന്താണ് ഇതിന്റെയൊക്കെ ആത്യന്തികമായ അർത്ഥമെന്ന് ചോദിച്ചാല്, മതവും രാഷ്ട്രീയവും തമ്മില് അനാവശ്യമായ സഖ്യം ചേരുമ്പോൾ അത് അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടാനും നിഷ്കളങ്കർ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടാനും നീതിയും സത്യവും കുഴിച്ചു മൂടപ്പെടാനുമുള്ള അവസരമൊരുക്കും എന്നുള്ളതിന്റെ സാക്ഷ്യം കൂടിയാണ് ദുഃഖവെള്ളി എന്ന് നാം തിരിച്ചറിയണം. ഈ ദുഃഖവെള്ളി ഓർമ്മപ്പെടുത്തലാണ്. എല്ലാവർക്കും നീതി കിട്ടണം, എല്ലാവരും സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കണം. അതിനുവേണ്ടി അപരനെ മുറിവേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. എല്ലാ മുറിവും സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ക്രിസ്തുവാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും യഥാർത്ഥ മാതൃക. പ്രിയപ്പെട്ടവര്, മതമർദ്ദനത്തിന്റെ അലോലികൾക്ക് നടുവില് ക്രിസ്തീയത ജീവിക്കുവാൻ ഈ കാലഘട്ടത്തിൽ നാം നിയോഗിക്കപ്പെടുമ്പോഴും ആരോടും പ്രതികാരമില്ലാതെ, ആർക്കും നാശം വരണമെന്ന് ആഗ്രഹിക്കാതെ കർത്താവിനെ പോലെ പ്രാർത്ഥിക്കാൻ നമുക്കും കഴിയണം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്